ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മീനിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ നമ്മുടെ പോക്കോ F3 GT വേഴ്സസ് OnePlus Nord 2 ക്യാമറ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പോക്കോ F3 GT വരുന്നത് ഒരു 64 MP മെയിൻ ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ അപ്പർ f1.6 അപ്പാരച്ചർ വരുന്നുണ്ട്. പിന്നെ രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 MB അൾട്രാവൈഡ് ക്യാമറയാണ് വരുന്നത്. പിന്നെ ഒരു 2 MB മാക്രോ ക്യാമറ, സോ ഡെഡിക്കേറ്റഡ് മാക്രോ ഷോട്ട്സ് എടുക്കാൻ സഹായിക്കുന്ന ഒരു 2 MB മാക്രോ ക്യാമറ. ആൻഡ് മീൻ വൈൽ ഇപ്പോൾ നമ്മുടെ നോഡ് നോക്കുവാണെങ്കിൽ, സോ പ്രൈമറി ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 50 MB നമ്മുടെ സോണി IMX766 ആണ് വരുന്നത്. അതൊരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ക്യാമറയാണ്. ബട്ട് ഇതിൻ്റെ ഈ 64 MB ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. സോ കുറച്ചും കൂടി വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇതിനായിരിക്കും. കാരണം ഞാൻ ജസ്റ്റ് സ്പെക്സ് വൈസ് ആണ്, നമുക്ക് അതിൻ്റെ വീഡിയോ സ്റ്റെബിലൈസേഷനൊക്കെ വരാം. ഓക്കെ, സോ ഇതിനകത്ത് പ്രോപ്പറായിട്ട് OIS ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതാണ്. ഇത് ജസ്റ്റ് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ മാത്രമേ ഉള്ളൂ, പ്രോപ്പർ OIS ഇല്ല നമ്മുടെ F3 GT. പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ നെക്സ്റ്റ് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 MB അൾട്രാവൈഡ് ക്യാമറയാണ് വരുന്നത്. അതൊരു 119° ഫീൽഡ് ഓഫ് വ്യൂ വരുന്നുണ്ട്. പിന്നെ ഒരു മൂന്നാമത്തത് നെഗ്ലിജിബിൾ ക്യാമറയാണ്, പറയാതെ വേണമെങ്കിൽ ഇരിക്കാം. ജസ്റ്റ് മോണോക്രോം ക്യാമറ, അത് സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ 2 ക്യാമറയാണ് നമുക്ക് ഇതിനകത്തുള്ളത് വേണം പറയാൻ. ഓക്കെ, ജസ്റ്റ് മാക്രോ ക്യാമറയുടെ അഡ്വാൻറ്റേജുകൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ്, നമുക്ക് OnePlus Nord 2 ഫ്രണ്ട് ക്യാമറ വീഡിയോ സൊല്യൂഷൻ ചെക്ക് ചെയ്യാം. ആൻഡ് മീനുവൽ എനിക്ക് പറയാനുള്ള നല്ലൊരു അടിപൊളി ഇമ്പ്രൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. കാരണം ഈ ക്യാമറയ്ക്ക് നമുക്ക് ഫോക്കസ് എൻഹാൻസർ ഉണ്ട്, ഫേസിന് സെപ്പറേറ്റ് ഫോക്കസ് എൻഹാൻസർ. പിന്നെ നിങ്ങൾക്കറിയാം ബാക്ക്ഗ്രൗണ്ട് ബ്ലർഡ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ബോക്കെ എഫക്റ്റ് നമുക്ക് സ്കെയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഫിൽറ്റേഴ്സ് ചെയ്യാം. സോ ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടാം. ആൻഡ് മീനുവൽ നിങ്ങൾക്ക് ഓഡിയോ കട്ടിങ് ചെക്ക് ചെയ്യാം. സോ ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഗൈസ്, അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ആ വാല്യൂ ഫോം എനിക്ക് പെർഫെക്റ്റ് സ്റ്റെബിലൈസേഷൻ. ഞാനിപ്പോൾ ബൊക്കെ മോഡ് ഓഫ് ആക്കിയിട്ടുണ്ട്, അതിപ്പോൾ നിങ്ങൾക്ക് സൈഡ് കാണാൻ പറ്റും. സോ പെർഫെക്റ്റ് സ്റ്റെബിലൈസേഷൻ നമ്മൾ OnePlus Nord 2 ഓക്കെ. സോ ഗൈസ്, നമുക്ക് പോക്കോ F3 GT ഫ്രണ്ട് ക്യാമറ വീഡിയോ സൊല്യൂഷൻ ചെക്ക് ചെയ്യാം. ആൻഡ് മീനുവൽ നമ്മൾ നോടി കണ്ട പോലെ ഇതിനും നമുക്ക് ബൊക്കെ എഫക്റ്റ് ഉണ്ട്. മീൻസ് കണ്ട് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് ബ്ലറാണ്. ആൻഡ് 50 ആണ് ഇട്ടേക്കണം. നമുക്ക് വേണമെങ്കിൽ 100 ആക്കാൻ പറ്റും, അപ്പോൾ ഫുൾ ബ്ലറാവും. അതുപോലെ തന്നെ ബ്യൂട്ടിഫൈ മോഡിന് അതിനൊരു സ്കെയിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് കൂട്ടി ഇട്ടേക്കണം. ദാറ്റ് മീൻസ് 25, ദാറ്റ് മീൻസ് 0 to 100 എനിക്ക് അതിനൊരു സ്കെയിലുണ്ട്. സോ അത് കൂട്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഫേസ് ബ്യൂട്ടിയൊക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ബട്ട് ബൈ ഡീഫോൾട്ടായിട്ട് എനിക്ക് കുറച്ചും ഇഷ്ടപ്പെട്ടത് അത്ത കറണ്ട് മൊമെൻറ്റ് വരെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ദാറ്റ് മീൻസ് നമ്മുടെ നോഡ്, കാരണം ഫോക്കസ് എൻഹാൻസർ കുറച്ചിങ്ങനെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്റ്റെബിലൈസേഷൻ മനസ്സിലാവും. ആൻഡ് മീൻവൈൽ നിങ്ങൾക്ക് ഓഡിയോ കട്ടിങ് ചെക്ക് ചെയ്യുന്നു. സോ ഇൻ 3, 2, 1 ആൻഡ് ഗോ. സോ ഗൈസ്, എന്താ പറയുക, ഇപ്പോൾ ഞാനുണ്ടോ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഇപ്പോൾ നോർമൽ ഓഫ് ആക്കിയിട്ടേക്കാണ്, മീൻസ് നമ്മുടെ ബൊക്കെ മോഡ് ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ നോഡിൻ്റെ തന്നെയാണ്. ദാറ്റ് മീൻസ് ഓവറോൾ എനിക്ക് കുറച്ച് ലൈറ്റായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മുടെ നോഡിൻ്റെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ. ബിക്കോസ് 32 MB ഫ്രണ്ട് ക്യാമറ അടിപൊളിയായിട്ടുണ്ട്, നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കുറേ നാളൊരു 16 MB തന്നെ ഇട്ട് കളിക്കായിരുന്നു. ആൻഡ് ഫൈനലി ഇത് അപ്ഡേറ്റ് 32 MB. ഇത് ബാൻ അടിക്കാനൊന്നുമില്ല, പക്കയാണ്, എല്ലാം അടിപൊളിയാണ്. ബട്ട് സ്റ്റിൽ ഒരു മൈൻഡ് അഡ്വാൻറ്റേജ് വീഡിയോ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിലും കുറച്ചും കൂടി അഡ്വാൻറ്റേജ് നമുക്ക് നമ്മുടെ നോഡ് 2 ഓക്കെ. സോ ക്യാമറ ഇതാണ് നമ്മുടെ നോഡിൻ്റെ ക്യാമറ ഇൻ്റർഫേസ്. ആൻഡ് മീൻ വൈൽ ഇതാണ് നമ്മുടെ പോക്കോ F3 GT. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോഡിൻ്റെ നോക്കുവാണെങ്കിൽ നമുക്ക് നോഡിൻ്റെ ഡീഫോൾട്ടായിട്ട് നൈറ്റ് മോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വീഡിയോയ്ക്കകത്ത് അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. സോ നമുക്ക് ഇവിടെ റെസൊല്യൂഷൻ നമുക്ക് 4K at 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 1080 ഫുൾ HD A60ലും 720p 60 പറ്റും. 4K നമുക്ക് 30 FPS വരെ ലോക്കാണ്. പിന്നെ നമുക്കിവിടെ ലെൻസ് ഫ്ലെയർ ബൊക്കെയാണ്, നമുക്ക് വീഡിയോസിലെ ലെൻസ് ഫ്ലെയർ ബൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഡിഫോൾട്ടായിട്ട് ബൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് AI ക്യാമറ വരുന്നുണ്ട് കണ്ടോ, AI ക്യാമറ വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ കുറച്ച് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റൈൽസ് ആഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഇനി ഫോട്ടോയ്ക്ക് പോവുകയാണെങ്കിൽ
ഈ സെയിം സംഭവം നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ ഇതിനകത്ത് ഫസ്റ്റത്തെ മോഡ് എന്ന് വെച്ചാൽ പ്രോ മോഡ്, മീൻസ് അപ്പാച്ചർ, ISO, വൈറ്റ് ബാലൻസ്, അതൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. നമുക്ക് ഉണ്ടോ പ്രോ എക്സ്പേർട്ട് എന്ന് പറഞ്ഞ മോഡ് തന്നെ ഇതിനകത്തും വരുന്നുണ്ട് നമ്മുടെ നോഡ് 2. സോ രണ്ടിനും പ്രോ മോഡുണ്ട്. ദാറ്റ് മീൻസ് അപ്പാച്ചർ, ISO, വൈറ്റ് ബാലൻസ് ഒക്കെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രോ മോഡ് ഉള്ളത്. ഓക്കെ, പിന്നെ വീഡിയോസിന് ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഒരു സെയിം തന്നെ ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാനുള്ള ഒരു മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിത് ഇലക്ട്രിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സ്റ്റേബിൾ മോഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേബിൾ മോഡ് തന്നെ, സ്റ്റഡി വീഡിയോ എന്നൊരു മോഡാണ്. ഓക്കെ, അത് വേണമെങ്കിൽ ഓൺ ചെയ്യാം. ഓൺ ചെയ്തതായിരിക്കും നല്ലത്, കാരണം EIS മാത്രം പക്കറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അത്, അല്ലെങ്കിൽ ഭയങ്കര ഷോക്കായിരിക്കും ഈ സ്റ്റെബിലൈസേഷൻ. ഓക്കെ, പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഇതിനകത്ത് ബൊക്കെ മോഡ് വരുന്നുണ്ട്. കണ്ടോ, ബൊക്കെ മോഡ് ഇതേപോലെ ലെൻസ് ഫ്ലെയർ ബൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്യൂട്ടിഫൈക്കും ഒരു സ്കെയിൽ നമുക്ക് 0 to 100 വരെ നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫോട്ടോയ്ക്ക് പോകാം രണ്ടിൻ്റെയും. സോ രണ്ടിൻ്റെ ഫോട്ടോയ്ക്ക് പോകുകയാണെങ്കിൽ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അൾട്രാവൈഡ് ക്യാമറ രണ്ടിൻ്റെയും. സോ രണ്ടിൻ്റെയും ഞാൻ പറഞ്ഞ പോലെ 8 MB അൾട്രാവൈഡ് ക്യാമറയാണ് വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ 1x നോർമൽ, ആൻഡ് ഇത് 2x, ആൻഡ് ഫൈനലി നമുക്ക് നമ്മുടെ 5x ആൻഡ് ഓൾ ദ അപ് ടു 10x വരെ പോകും. ഇനി ഇതിൻ്റെ നോക്കി കഴിഞ്ഞാൽ ഇതും സെയിം തന്നെ 5x 10x ആണ് രണ്ടിൻ്റെ ഔട്ട്പുട്ട് വരിക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും പോർട്രേറ്റ് മോഡ്സ് ഉണ്ട്. പിന്നെ ഫോട്ടോയിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ച് ഇവിടെ കുറച്ച് മോഡ്സ് കിട്ടുന്നുണ്ട്. മീൻസ് ബ്യൂട്ടിഫിക്കേഷൻ വേണ്ടി കുറച്ച് മോഡ്സ് നമ്മുടെ നോഡിൽ കിട്ടുന്നുണ്ട്. ആൻഡ് മീൻവെൽ നമുക്ക് ഇവിടെ ഫോട്ടോയ്ക്കകത്ത് ഇതേപോലെ തന്നെ കുറച്ച് ഫിൽറ്റേഴ്സും കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ പറ്റും. ബ്യൂട്ടിഫൈ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. പിന്നെ HDR, AI ഇമേജ് എൻഹാൻസ്മെൻറ്റ്, ദാറ്റ് മീൻസ് AI ഇമേജ് എൻഹാൻസ്മെൻറ്റ് രണ്ടിനും ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് രണ്ടിൻ്റെ AI ഇമേജ് എൻഹാൻസ്മെൻറ്റ്. എന്തോ എൻഹാൻസ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പഞ്ചി കളേഴ്സൊക്കെ വരും ഔട്ട്പുട്ടായിട്ട്. ഓക്കെ, സോ ഇനി രണ്ടിനും പോർട്രേറ്റ് മോഡ് ഉണ്ട് ഡിഫോൾട്ടായിട്ട്. പിന്നെ നമുക്കിതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, മീൻസ് ആ ബൊക്കെ എഫക്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് രണ്ടിൻ്റെയും മോർ നോക്കുവാണെങ്കിൽ, സോ ഇതാണ് നമ്മുടെ രണ്ടിൻ്റെയും മോർ മോഡ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് 64 MB മോഡ്, അതായത് നമുക്ക് നോർമൽ നമുക്ക് ഇതിനകത്ത് ഈ ക്യാമറ 64 MB മോഡിലായിരിക്കും ഇതിലെടുക്കുന്നത്. അപ്പോൾ മാക്സിമം റെസൊല്യൂഷൻ 64 MB മോഡ്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തും 50 MB മോഡുണ്ട്. കേട്ടോ, 50 MB മോഡുണ്ട് രണ്ടിനും. അപ്പോൾ സെയിം തന്നെ. പക്ഷേ ഇതിനൊരു അഡ്വാൻറ്റേജ് നമുക്ക് അൾട്രാ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു മോഡ് നമ്മൾ നോടിക്കുക. ദാറ്റ് മീൻസ് ഇതിൻ്റെ മാക്സിമം ഒരു പിക്സൽ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടിയാണ് നമുക്ക്. ദാറ്റ് മീൻസ് നോർമൽ ഇമേജ് ഒരു 7-10 MB ഒക്കെ ആണ്, ഇത് നേരെ എടുക്കുമ്പോൾ 15 MB നല്ല റെസൊല്യൂഷൻ ആയിരിക്കും. ഒരു 10,000 റേഞ്ച് നമ്മുടെ റെസൊല്യൂഷൻ വരുന്നത് ഇമേജിൻ്റെ. ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ്ലി 10,000 ഇൻറ്റു 7,000 അല്ലെങ്കിൽ 12,000 ഇൻറ്റു 7,000 അത്രയും പിക്സൽസ് വരുന്നുണ്ട്. ഓക്കെ, റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് രണ്ടിന് നമുക്ക് ഡുവൽ വീഡിയോ, ദാറ്റ് മീൻസ് ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സെയിം ടൈം തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് നമുക്ക് ഇതിനകത്ത് വ്ളോഗ് മോഡ്, പിന്നെ നമുക്ക് അതേപോലെ ലോങ് എക്സ്പോഷർ, അങ്ങനെ കുറച്ച് എക്സ്ട്രാ മോഡ്സ് ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ മോഡ്സ് നമുക്ക് ഇതിനകത്താണ് ഉള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് 2-3 സാമ്പിൾ ഷോർട്സ് കാണിച്ചിട്ട് എന്നിട്ട് നമുക്ക് സംസാരിക്കാം. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ആക്ടിവേറ്റ് ഇമേജിൽ നിന്ന് തുടങ്ങാം. സോ നമുക്ക് താഴെ വാട്ടർമാർക്ക് കാണാം, ഷോട്ട് ഓൺ പോക്കോ F3 GT, ആൻഡ് ഇവിടെ ഷോട്ട് ഓൺ OnePlus. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. രണ്ടും നല്ല ഔട്ട്പുട്ടുണ്ട്. ഇതാണ് F3 GT, ഇത് നമ്മുടെ നോഡ്. ഓക്കെ, നെക്സ്റ്റ് ഇമേജ്. ഓക്കെ, ഞാൻ ഇച്ചിരി കളർ ഇച്ചിരി ഈവൻ ആക്കാൻ രണ്ടിൻ്റെ. സോ ഇത് നമ്മുടെ F3 GT, നമ്മുടെ നോഡ്. സോ നമുക്ക് ആക്റ്റീവയുടെ ഹെറ്റ് എന്നത് മീൻസ് ഇതിങ്ങനെ ഹോണ്ട ഇക്കോ ടെക്നോളജി ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, കുറച്ചും കൂടെ ക്ലോസർ ടു സബ്ജക്റ്റ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇവിടെ വെച്ച് സൂം പൊട്ടുവാണ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഇമേജ് നോക്കാം രണ്ടിൻ്റെ. സോ ഇതൊരു പോർട്രേറ്റ് മോഡാണ്. കണ്ടോ, നമ്മുടെ നോഡ് കുറച്ചും കൂടെ രസമായിട്ട് എടുത്തിട്ടുണ്ട്. കളേഴ്സ് കുറച്ചും കൂടെ ട്രൂ ടു ലൈക്ക് കളേഴ്സാണ് വന്നിരിക്കുന്നത് നോഡിനകത്ത്. ഇതും കൊള്ളാം. രണ്ടും കുറച്ചും കൂടെ ഇത് ഇച്ചിരി കളേഴ്സ് ഇച്ചിരി ബൂസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് എടുത്തിരിക്കണേ. ഓക്കെ, ഡീറ്റെയിലിങ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കോ F3 GTയിലെ കളേഴ്സ് ഉണ്ട് ശ്രദ്ധിച്ചു. ദാറ്റ് മീൻസ് കുറച്ചും കൂടെ യെല്ലോസൊക്കെ കുറച്ചും കൂടെ ഷാർപ്പാക്കിയാണ് കണ്ടതേക്കണേ. ദാറ്റ് മീൻസ് ഇത് കുറച്ചും കൂടെ ഇതാണ് എക്സാക്ട്ലി നോഡിൽ കാണുന്ന ഇമേജാണ് എക്സാക്റ്റ് ഇമേജ്. ദാറ്റ് മീൻസ് ആ പക്ക കളേഴ്സിനാണ് നോഡ്. പക്ഷേ ഇത് കുറച്ചും ബൂസ്റ്റ് ചെയ്ത്, പക്ഷേ എനിക്ക് പേഴ്സണൽ പ്രിഫറൻസ് ആയിട്ട് വന്ന് എനിക്ക് കളർ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്തതാണ് എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. കേട്ടോ, ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഡിഫറൻസ് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇമേജ്. സോ രണ്ടിൻ്റെ ആ ഇമേജ് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് ആ സെയിം ആ കളറിൻ്റെ തന്നെ ആ സെയിം ഇപ്പോഴും ഇവിടെയും ആ കളർ കുറച്ചും കൂടെ ഞാൻ ഇതിൻ്റെ സാമ്പിൾ ഷോട്ട്സ് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. സോ അതിന് ബിഫോർ ദാറ്റ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളേഴ്സ് കുറച്ചും കൂടെ ഡീപ്പ്, ഇപ്പോൾ ഗ്രീനൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഒരു ഗ്രീനും യെല്ലോസൊക്കെ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ കളർ ഇത് രണ്ടും. ഇനി നെക്സ്റ്റ് അത് ഓൾമോസ്റ്റ് സെയിം ആണ്, വലിയ കമൻറ്റ് പറയാനില്ല.
നെക്സ്റ്റ് പിന്നെ മെയിൻ കാര്യം ഇതിന് ഡെഡിക്കേറ്റഡ് മാക്രോ മോഡുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സോ ക്യാമറയ്ക്കകത്ത് നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് ഇവിടെ ടാപ്പ് ചെയ്ത് നമുക്ക് ഇടാനുണ്ട്. ഡെഡിക്കേറ്റഡ് മാക്രോ മോഡ്, പിന്നെ ടിൽറ്റ് ഷിഫ്റ്റ് പ്രോ കളർ, അങ്ങനത്തെ കുറച്ച് മോഡ്സ് ഉണ്ട്. സോ ഡെഡിക്കേറ്റഡ് മാക്രോ മോഡ് ആയാലും നമുക്ക് ഭയങ്കര സബ്ജക്റ്റ് ഇട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ചെയ്യാം. മീൻസ് ഏറ്റവും അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കും. ബട്ട് ഇതിനകത്താണെങ്കിൽ ഇതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ ഇമേജ് ബ്ലറായിരിക്കും നമ്മുടെ Nord 2. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതിനകത്ത് ആ മോണോക്രോമിന് പകരം ആ മാക്രോ ക്യാമറ കൊടുത്തായിരുന്നെങ്കിൽ അതിനെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കിട്ടിയേനെ. ഇതിപ്പോൾ അതുമില്ല ഇതുമില്ല എന്നായിപ്പോയി. ജസ്റ്റ് മോണോക്രോം ക്യാമറ കൊടുത്ത കാരണം. ഇനി നെക്സ്റ്റ് ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമേജ് ആണ് രണ്ടിൻ്റെയും. എന്താ, രണ്ടും കുഴപ്പമില്ല. ഇച്ചിരി ഇരുട്ട കണ്ടീഷൻസ് ആയിരുന്നു. കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ F3 GT ആണ് മേളത്തെ കളറും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റത്തെ ഒരു ഇമേജ്. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ നമ്മൾ സ്കൈ ഒക്കെ എടുത്ത് കാണുന്നത് ഇവിടെ കുറച്ച് പെയിലാക്കി കളഞ്ഞവർ കണ്ടോ മേളിൽ. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഒരു ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് ഇവിടെ. സോ അവാർഡ് എനിക്ക് ഇഷ്ടപ്പെട്ട നോഡാണ്. ഇനി നെക്സ്റ്റ് ലൈറ്റ് എന്നുള്ളത് രണ്ട് രീതിയിലാണ്. എക്സാക്ട്ലി ലൈറ്റിൻ്റെ കളർ എന്ന് വെച്ചാൽ ഇതാണ്. ദറ്റ് മീൻസ് ഇതാണ് വെട്ടം എന്ന്. പക്ഷേ ഇത് കുറച്ചും കൂടെ വെട്ടം അവർ വേറൊരു രീതിയിലാക്കി ഇച്ചിരി ഡിഫറൻസ് വരുത്തി. ഉണ്ടോ, ഇത് പ്യുവർ വൈറ്റ് ആണ്. ഇത് കുറച്ചൊരു ഷെയ്ഡി ഗ്രേയിഷ് വൈറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നോഡിൻ്റെ ഇമേജാണ് ഇഷ്ടപ്പെട്ടത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു സൂം നോക്കാം അതിൻ്റെ എവിടെ വരെ പോകുന്നു. സോ അതിലൂടെ അത്രയും ക്ലോസ് വരെ എത്തിയിട്ടുണ്ട്. ഉണ്ടോ, ഇത് കണ്ടോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും നമ്മുടെ മാക്സിമം റെസൊല്യൂഷൻ എടുത്ത് തരുന്നുണ്ടോ. ഇലകട്ട് ഏറ്റവും അടിപൊളിയായിട്ട് ക്ലോസ് ആയി പോകും. ദാറ്റ് മീൻസ് ഏറ്റവും അടുത്ത് വരെ കിട്ടുന്നത് നമുക്ക് ഇതിനകത്താണ്, F3 GTക്കകത്താണ്. അതേപോലെ നമുക്ക് ജസ്റ്റ് ആ പൂ നോക്കാം സൈഡിലത്തെ. ഇത്രയും ക്ലോസ് വരെ കിട്ടി. നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് നോക്കാം. ഉണ്ടോ, റിയലി ക്ലോസ് ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇതിന്. പിന്നെ രണ്ടിൻ്റെയും കളേഴ്സ് ഇത് തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കളേഴ്സിൻ്റെ ഒരു ബൂസ്റ്റ്നെസ് ഉണ്ട് ഇതിന്. സോ ഈ നെക്സ്റ്റ് ഇതൊരു ഡോമിനാറിൻ്റെ ഒരു ഇമേജാണ്. ദാറ്റ് മീൻസ് എക്സോസ്റ്റുള്ള പോർഷനാണ്. രണ്ടും നൈസാണ്. നെക്സ്റ്റ് ഇമേജ് ഞാൻ കാണിച്ചു തരാം. ദാറ്റ് മീൻസ് നമ്മുടെ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ അവിടെ, അത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. സോ ഇവിടെ വരെ നമുക്ക് സൂം ആവുന്നുണ്ട്. കണ്ടോ, ഇതങ്ങനെ അറ്റം വരെ നമുക്ക് മാക്സിമം HDPI മാക്സ്. അതായത് രണ്ടും ഞാൻ 50 MB മോഡിലിട്ട് എടുത്തത്. മീൻസ് ഇത് 50 MB നോഡ് 50 MB മോഡും ഇത് 64 MB ഡെഡിക്കേറ്റഡ് മോഡിട്ട് എടുത്തിട്ടാണ് ഇത് വന്നേക്കണം കേട്ടോ. അപ്പോൾ ദാറ്റ് മീൻസ് റിയലി ക്ലോസ് ആവും നമുക്ക് സബ്ജക്റ്റിനോട് നമ്മുടെ Poco F3 GT അത് കണ്ടോ. പക്ഷേ ഇത് നമുക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ സൂം ആക്കാൻ പറ്റില്ല. സോ ഇവിടെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട കുറച്ചും കൂടെ കളർ ഹാൻഡ്ലിങ് കുറച്ചും നടന്നിരിക്കുന്നത് നമ്മുടെ ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് നമ്മുടെ നോഡ് തന്നെയാണ്. സോ എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കട്ടയ്ക്കാണ്. സോ ഗൈസ്, നമ്മൾ Nord 2ൻ്റെ വീഡിയോ സെലക്ഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ പ്രോപ്പറായിട്ട് OS ഉള്ളതാണ് നമുക്ക് നോഡിന്. സോ ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ ഒപ്പം നിങ്ങൾക്ക് വീഡിയോ സെലക്ഷൻ ചെക്ക് ചെയ്യാം. മീൻ വൈൽ നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇൻ 3, 2, 1 ആൻഡ് ഗോ. സോ ഗൈസ്, നമ്മൾ Poco F3 GT റിയർ ക്യാമറ വീഡിയോ സെലക്ഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ബൈ ഡിഫോൾട്ട് ഞാൻ സ്റ്റഡി വീഡിയോ എന്നൊരു മോഡ് ഓൺ ആണ് ഗൈസ്. ബിക്കോസ് ഞാൻ നോർമലായിട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷേക്കി വീഡിയോ ആയിരുന്നു. ദാറ്റ് മീൻസ് EIS വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ സ്റ്റഡി വീഡിയോ എന്നൊരു മോഡ് ഇതിന് മാനുവലായിട്ട് ഞാൻ ഓൺ ആക്കി എന്നിട്ടാണ് ഞാൻ ഓടാൻ പോകുന്നത്. മീൻ വൈൽ നമുക്ക് ട്രിപ്പിൾ മൈക്ക് അറിയാണ് നമുക്ക് Poco F3 GT. അതായത് ഏറ്റവും താഴെ ഒരു മൈക്ക്, പിന്നെ ഏറ്റവും മേളിൽ ഒരു മൈക്ക്, പിന്നെ ഒരു സൈഡിൽ മൈക്ക്. സോ ഇത് നല്ല സ്പീഡിലോട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെബിലേഷൻ ചെക്ക് ചെയ്യാം. മീൻ വൈൽ നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇൻ 3, 2, 1 ആൻഡ് ഗോ. സോ ഗൈസ്, നമ്മുടെ Poco F3 GTക്ക് ഒരു പ്രോപ്പർ OS ഇല്ല. പക്ഷേ നമുക്ക് സ്റ്റഡി വീഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് മീൻ വൈൽ ഇതിന് പ്രോപ്പറായിട്ട് OS ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് Poco F3 GTയുടെ വീഡിയോ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം. അവിടെ സൈഡ് ചെറുതായിട്ട് മിസ്സാവുന്നുണ്ട്. ഓക്കെ സ്റ്റെബിലൈസേഷൻ അത്ര പോരാ, കുഴപ്പമില്ല എന്നുള്ളൂ. ES ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. ES ഇട്ടില്ലെങ്കിൽ പിന്നെ സ്റ്റഡി വീഡിയോ എന്നൊരു ഓപ്ഷൻ നമ്മുടെ Poco F3 GT ഇട്ടില്ലെങ്കിൽ ഇച്ചിരി ഷോക്കാണ്, നല്ല ഷോക്കാണ്. ബട്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് Nord 2 നോക്കാം. ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. സോ ഇൻ 3, 2, 1 ആൻഡ് ഗോ. കമ്പാരിറ്റീവ്ലി ഒരു സ്ലൈറ്റ്ലി ബെറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ സൂപ്പർ സ്റ്റഡി മോഡ്, ദാറ്റ് മീൻസ് ആ സ്റ്റഡി വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ രണ്ടും ഏകദേശം ഓക്കെ ആയി. കുറച്ചും കൂടെ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ Nord 2ന്. ഓക്കെ, പിന്നെ നമുക്ക് ഫോട്ടോസ് ഇട്ട് പോവാം. ഫ്രണ്ട് ക്യാമറ. സോ ഗൈസ്, രണ്ടിൻ്റെയും പോർട്രേറ്റ് മോഡാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് പേഴ്സണൽ പ്രിഫറൻസ് വെച്ച് ഇതിനകത്ത് കളർ, ദാറ്റ് മീൻസ് ഈ കളേഴ്സൊക്കെ കുറച്ചും കൂടെ ഒരു വൈബ്രൻ്റ് ആയിട്ട് വരുന്നത് ഇതിനകത്താണ്. ബട്ട് കുറച്ച് ഡീറ്റെയിലിംഗ് ഉള്ളത് ഇതിനകത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് ഞാനിപ്പോൾ ജസ്റ്റ് ആ ഹെയറിൻ്റെ കാര്യം എടുത്ത് തരാം. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് ആ മോഡലായിട്ട് പോലും ഇത് കുറച്ചും കൂടെ ഒരു സോഫ്റ്റനിങ് വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ, സോഫ്റ്റനിങ് വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്.
ഓക്കെ, മീൻവെയിൽ നെക്സ്റ്റ് ഫോട്ടോ എടുക്കാം നമുക്ക്. മീൻവെയിൽ ഈ ഫോട്ടോസിലെല്ലാം ആ ഒരു സെറ്റപ്പ്, ഫോർ എക്സാമ്പിൾ ആ ഹെയർ നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ കുറച്ചും കൂടെ ഡിറ്റോ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ആ ഡീറ്റെയിൽ ആ കളേഴ്സ് കുറച്ചും കൂടെ വൈബ്രൻ്റ് ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. ദാറ്റ് മീൻസ് ഈവൻ ഇവിടെ ഇച്ചിരി സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ആക്ച്വലി എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, ദാറ്റ് മീൻസ് എനിക്ക് കുറച്ചും കൂടെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളേഴ്സിൻ്റെ കാര്യം. കളർ കുറച്ചും കൂടെ ഞാൻ നോർമൽ ഇമേജസും കാണിച്ചായിരുന്നു ഇതിൻ്റെ കളേഴ്സിൻ്റെ കാര്യം. ദാറ്റ് മീൻസ് നമ്മുടെ ഭയങ്കര പഞ്ചി കളേഴ്സാണ് ഇതിനകത്ത് തന്നെ കേട്ടോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഇതിൻ്റെ ആ ഷെയ്ഡും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചോ ഉണ്ടോ? അത് ഞാൻ ഓൾറെഡി കാണിച്ചാണ്. ദാറ്റ് മീൻസ് ഭയങ്കര ഡീപ്പ് കളേഴ്സാണ് ഇതിനകത്ത്. ദാറ്റ് മീൻസ് നമ്മൾ പോക്കോ F3 ഇതിനകത്ത് കുറച്ചും കൂടെ റിയലായ കളേഴ്സാണ് വരുന്നത്. ഓക്കെ, സോ ഗൈസ് അതേപോലെ തന്നെ നമുക്ക് നോഡിനകത്ത് ആ പോർട്രേറ്റ് മോഡ് മാറി നോർമൽ മോഡ് വന്നപ്പോൾ നല്ല ഡീറ്റെയിലിംഗ് കണ്ടോ, നോഡിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ടോ, നല്ല ഡീറ്റെയിലിംഗ് വന്നുണ്ട്. ഓക്കെ, സോ ആ പോർട്രേറ്റ് മോഡിനകത്ത് നമുക്ക് കുറച്ചൊരു സോഫ്റ്റനിങ് വന്നത് എക്സെപ്റ്റ് അടിപൊളിയാണ്. ഇതിനും നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്, ഇതിന് രണ്ടും നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് ഉണ്ടോ. ഓക്കെ, സോ ഗൈസ് അടിപൊളി എനിക്കിഷ്ടം. പോർട്രേറ്റ് മോഡ് കുറച്ച് സോഫ്റ്റനിങ് നമുക്ക് നോട്ടിലുണ്ടെങ്കിലും നോർമൽ മോഡ് രണ്ടും കട്ടക്കാണ്. ഓക്കെ, നമ്മുടെ നോട്ട് 2 പോക്കോ F3 GT. സോ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചു വിച്ച് വൺ ഈസ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയടിക്ക് നോഡ് 2 എന്ന് പറയും. ബിക്കോസ് അതിന് പ്രോപ്പറായിട്ട് OS വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ക്യാമറയ്ക്ക് ബൊക്കെ മോഡ്, പിന്നെ നമുക്ക് അതുമാത്രമല്ല ഫേസ് റഗര്, ദാറ്റ് മീൻസ് നമ്മുടെ ഫേസ് ഫോക്കസർ, എൻഹാൻസർ, അങ്ങനെ കാര്യങ്ങൾ കുറച്ച് അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. സോ എനിക്ക് കുറച്ചും കൂടെ പേഴ്സണൽ ഫേവറേറ്റ് എനിക്ക് ഇതാണ്. ബട്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളേഴ്സൊക്കെ നല്ല ബൂസ്റ്റിംഗ് കളേഴ്സ് ഉണ്ട്. മീൻസ് നോർമലിനേക്കാളും നല്ല ബൂസ്റ്റ് ആയിട്ട്. അപ്പോൾ ചിലരുടെ പേഴ്സണൽ പ്രിഫറൻസ് നല്ല പഞ്ചി കളേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല അവർക്ക് ഇതായിരിക്കും. ദാറ്റ് മീൻസ് പോക്കോ F3 GT. ദാറ്റ് മീൻസ് OS ഇല്ല, അതിന് ഒരു ബാഡ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ആ സ്റ്റഡി മോഡ് ഇട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, ബാഡ് അടിക്കാനുള്ള ഒന്നുമില്ല. If you want to pick one among these in terms of camera, then I would go for the Note 2 instead of the Poco F3 GT. ബട്ട് രണ്ടും കട്ടക്കാണ്. ആസ് എ ഗെയിമിംഗ് സെഗ്മെൻറ്റ് ഇത് ക്യാമറയ്ക്ക് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലെങ്കിലും സ്റ്റിൽ ഓക്കെ, ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ക്യാമറ എന്ന് ഞാൻ പറയും. ഓക്കെ, സോ ദാറ്റ് വാസ് റിഗാർഡിംഗ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ദ Note 2 വേഴ്സസ് Poco F3 GT. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.